ഹലോ സ്റ്റുഡൻസ്, എല്ലാവർക്കും NIOS +2 ഫിസിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തിരുന്നത്? ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്ന 2 ചാപ്റ്റേഴ്സാണ് ഡിസ്കസ് ചെയ്യുന്നത്. 14 മാർക്സ് വെയിറ്റേജ് വരുന്ന ഈസി ആയിട്ടുള്ള 2 ചാപ്റ്റേഴ്സ് ആയിരുന്നു. 2 ചാപ്റ്റർ പഠിച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? 14 മാർക്സ് സ്കോർ ചെയ്യാമായിരുന്നു. നമുക്ക് ഈച്ച് ചാപ്റ്റേഴ്സിൽ നിന്നും 7 മാർക്ക് വരെ പ്രതീക്ഷിക്കാം. എന്നാൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സെക്കൻഡ് മൊഡ്യൂളാണ്. സെക്കൻഡ് മൊഡ്യൂളിൽ നമുക്ക് എന്താ പഠിക്കാനുള്ളത്? 6 മാർക്സ് വരുന്ന ഒരൊറ്റ ചാപ്റ്റർ മാത്രമേ പഠിക്കാനുള്ളൂ. അതും ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് പഠിക്കുന്നത്. ചാപ്റ്ററിൻ്റെ പേര് വരുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്. പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന് പറയുന്ന 6 മാർക്കിൻ്റെ ഒരൊറ്റ ചാപ്റ്റർ മാത്രമാണ് നമുക്ക് സെക്കൻഡ് മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ഫസ്റ്റ് വരുന്ന ടോപ്പിക്കാണ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ. എന്താണ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ എന്ന് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രഷർ എന്താണെന്ന് ആദ്യം അറിയണം. പ്രഷർ എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് ഏരിയയിൽ ഫോഴ്സ് മൂലം ഉണ്ടാകുന്ന എഫക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രഷർ എന്ന് പറയുന്നത്. ലോസ് ഓഫ് മോഷൻ എന്ന ചാപ്റ്ററിൽ നമ്മൾ എന്ത് പഠിച്ചു? ഫോഴ്സിനെ കുറിച്ച് പഠിച്ചു. ഇനി ഫോഴ്സ് മൂലം ഉണ്ടാകുന്ന ഒരു യൂണിറ്റ് ഏരിയയിൽ ഫോഴ്സ് മൂലം ഉണ്ടാകുന്ന എഫക്റ്റ്, ഫോഴ്സ് ഉണ്ടാക്കുന്ന എഫക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രഷർ എന്ന് പറയുന്നത്. ദ പ്രഷർ എക്സേർട്ടഡ് ബൈ എ ഫ്ലൂയിഡ് അറ്റ് റെസ്റ്റ് ഈസ് നോൺ ആസ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ. അതായത് റെസ്റ്റിലുള്ള ഒരു ഫ്ലൂയിഡിന് അനുഭവപ്പെടുന്ന പ്രഷറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ എന്ന് പറയുന്നത്. എന്താണ്? ഒരു ഫ്ലൂയിഡ് റെസ്റ്റിലായിരിക്കുമ്പോൾ അതിന് അനുഭവപ്പെടുന്ന പ്രഷർ അല്ലെങ്കിൽ മർദ്ദത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ എന്ന് പറയുന്നത്. പ്രഷറിൻ്റെ SI യൂണിറ്റ് എന്താ വരുന്നത്? പാസ്കൽ. PA എന്നാണ് അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. പാസ്കൽ ആണ് പ്രഷറിൻ്റെ യൂണിറ്റ്. നമുക്ക് അറ്റ്മോസ്ഫിയറിക് പ്രഷർ പഠിക്കാം. പ്രഷർ അത് എന്ത് പാത്രത്തിലാണോ എന്തിലാണോ വെച്ചിരിക്കുന്നത്, ആ എന്തിലാണ് കണ്ടെയ്ൻ ചെയ്യുന്നത് എന്നതിന് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. പ്രഷർ ഡസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ഷേപ്പ് ഓഫ് ദി വെസൽ. സോ ഇത്രയാണ് പ്രഷറിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്താണെന്ന് നോക്കാം. ദ പ്രഷർ എക്സേർട്ടഡ് ബൈ ദ അറ്റ്മോസ്ഫിയർ. എന്താണ് അറ്റ്മോസ്ഫിയർ? നമ്മുടെ ചുറ്റുമുള്ള അറ്റ്മോസ്ഫിയർ എക്സേർട്ട് ചെയ്യുന്ന, അനുഭവപ്പെടുത്തുന്ന മർദ്ദത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്. ഇൻ ഇക്വിലിബ്രിയം അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈക്വൽ ടു ദി പ്രഷർ എക്സേർട്ടഡ് ബൈ ദി മെർക്കറി കോളം. ഇക്വിലിബ്രിയത്തിലാണെന്നുണ്ടെങ്കിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്തിന് ഈക്വൽ ആണെന്നാണ് പറയുന്നത്? മെർക്കുറി കോളം എക്സേർട്ട് ചെയ്തിട്ടുള്ള മെർക്കുറി കോളത്തിൽ അനുഭവപ്പെടുന്ന അതേ മർദ്ദത്തിന് ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് മറ്റൊരു ടോപ്പിക്ക് നോക്കാം, ബോയൻസി. എന്താണ് ബോയൻസി? ദ അപ്വേർഡ് ഫോഴ്സ്, മുകളിലേക്ക് കൊടുക്കുന്ന ഫോഴ്സ് ആണ്. എന്തിന്? വിച്ച് ആക്ട്സ് ഓൺ എ ഒബ്ജക്റ്റ് വെൻ സബ്മേർജ്ഡ് ഇൻ എ ഫ്ലൂയിഡ്. ഒരു ഒബ്ജക്റ്റ് ഒരു ഫ്ലൂയിഡിൽ സബ്മേർജ് ചെയ്ത് നിൽക്കുമ്പോഴാണ് ബോയൻസി ഫോഴ്സ് ഉണ്ടാകുന്നത്. ബോയൻസി ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ബോയൻസി? നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. നമ്മൾ കുറച്ച് സമയം തന്നെ ശ്വാസം പിടിച്ചുകൊണ്ട് വെള്ളത്തിൽ മുങ്ങിയാൽ എന്ത് ചെയ്യും? നമ്മൾ മുകളിലേക്ക് പൊന്താൻ തുടങ്ങും. അതാണ് ബോയൻസി എന്ന് പറഞ്ഞാൽ. മുകളിലേക്ക് ഒരു വസ്തു വെള്ളത്തിൽ മുങ്ങി നിൽക്കുമ്പോൾ അതിനെ മുകളിലേക്ക് കൊടുക്കുന്ന ഫോഴ്സ്, വെള്ളത്തിൻ്റെ അടിയിൽ നിന്നും മുകളിലേക്ക് കൊടുക്കുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബോയൻസി എന്ന് പറയുന്നത്. നമ്മൾ പ്ലാസ്റ്റിക്
ബോട്ടിൽസൊക്കെ എയർ ടൈറ്റ് ചെയ്ത് അടച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, വെള്ളത്തിലേക്ക് മുക്കിയാൽ അത് എന്ത് ചെയ്യും, അതേപോലെ തന്നെ മുകളിലേക്ക് പൊന്തി വരും. അതിന് കാരണം എന്താ, ബോയൻസി കൊണ്ടുള്ള ഫോഴ്സ് മൂലമാണ് അത് മുകളിലേക്ക് പൊന്തുന്നത്. നമുക്ക് ഒരു പ്രിൻസിപ്പിൾ നോക്കാം, ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ ആണ് ഇനി നമ്മൾ നോക്കുന്നത്. It states that when an object is submerged partially or fully in a fluid, the magnitude of the buoyant force on it always equal to the weight of the fluid displaced by the object. എന്താണ് അത് പറയുന്നത്? ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്താണ് നമ്മളോട് പറയുന്നത്? ഒരു ഒബ്ജക്റ്റ് പകുതിയോ അല്ലെങ്കിൽ ഫുള്ളായിട്ടോ ഒക്കെ വെള്ളത്തിൽ മുങ്ങിയാൽ അതിൻ്റെ ബോയൻസി കൊടുക്കുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, ബോയൻ്റ് ഫോഴ്സ് എന്ന് പറയുക. ആ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും, എത്രത്തോളം വെള്ളം പോയിട്ടുണ്ട് ആ ഒരു വസ്തുവിൻ്റെ വെയിറ്റ് ആയിരിക്കും ആ വെള്ളത്തിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ. കാരണം നമ്മളൊരു ബോട്ടിൽ മുക്കിയാൽ വെള്ളം എന്ത് ചെയ്യും, ആ ഒരു ബോട്ടിലിൻ്റെ വെയിറ്റിനനുസരിച്ച് ഒന്ന് ഡിസ്പ്ലേസ് ചെയ്യും. അതിൻ്റെ വെയിറ്റിന് ഈക്വൽ ആണെന്ന് പറയുന്നത്. ആ ഒബ്ജക്റ്റ് മൂലം ഡിസ്പ്ലേസ് ആയിട്ടുള്ള വെള്ളത്തിൻ്റെ വെയിറ്റിന് എന്ത് ഈക്വലാണ്, ബോയൻ്റ് ഫോഴ്സ് ഈക്വൽ ആണെന്നാണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പറയുന്നത്. എപ്പോഴാണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ ഏതൊരു ഒബ്ജക്റ്റ് ആവട്ടെ അത് വെള്ളത്തിൽ പകുതിയോ അല്ലെങ്കിൽ ഫുള്ളായിട്ടോ മുങ്ങിയാൽ അതിലുള്ള ആ മുങ്ങിയ ഒബ്ജക്റ്റ് മൂലമുണ്ടാകുന്ന ഫ്ലൂയിഡിൻ്റെ ഡിസ്പ്ലേസ് ആയിട്ടുള്ള ഫ്ലൂയിഡിൻ്റെ വെയിറ്റ് എന്തിന് ഈക്വലാണ്, ബോയൻ്റ് ഫോഴ്സിന് ഈക്വലാണ്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് വെൻ ആൻ ഒബ്ജക്റ്റ് ഈസ് submerged partially or fully in a fluid, the magnitude of the buoyant force on it is always equal to the weight of the fluid displaced by the object. നമുക്ക് നെക്സ്റ്റ് ഒരു ലോ നോക്കാം, പാസ്കൽസ് ലോ. എന്താണ് പാസ്കൽസ് ലോ പറയുന്നത്? which states that when pressure is applied at any part of an enclosed liquid, it is transmitted undiminished to every point of the liquid as well as to the walls of the container. പാസ്കൽസ് ലോ പറയുന്നത് നമ്മൾ ക്ലോസ് ചെയ്തിട്ടുള്ള എൻക്ലോസ്ഡ് ആയിട്ടുള്ള എല്ലാ സൈഡും എൻക്ലോസ്ഡ് ആണെന്നുള്ള അങ്ങനെയുള്ള ഒരു ലിക്വിഡിന് നമ്മൾ എന്ത് കൊടുക്കുന്നു, പ്രഷർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഡിമിനിഷ്ഡ് ആവാതെ ട്രാൻസ്മിറ്റ് ചെയ്യും. അത് ആ ലിക്വിഡിൻ്റെ എല്ലാ ഭാഗത്തേക്കും ട്രാൻസ്മിറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, അത് കണ്ടെയ്ൻ ചെയ്യുന്ന, അത് വെച്ചിരിക്കുന്ന വെസലിൻ്റെ അല്ലെങ്കിൽ ഏതിലാണോ അത് കണ്ടെയ്ൻ ചെയ്യുന്നത് അതിൻ്റെ വാൾസിനും അതിൻ്റെ പ്രഷർ അനുഭവപ്പെടും എന്നാണ് പറയുന്നത്. എന്താണ് പാസ്കൽസ് ലോ പറയുന്നത്? നമ്മൾ ഒരു എൻക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ മുകൾ ഭാഗം ക്ലോസ് ആവാതെ ബാക്കിയുള്ള ഭാഗം എല്ലാം ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡിൽ പ്രഷർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എന്താവുന്നുണ്ട്, ആ ഒരു പ്രഷർ ആ ഫ്ലൂയിഡിലുള്ള എല്ലാ ഭാഗത്തും ഒരുപോലെ തന്നെ അനുഭവപ്പെടുന്നുണ്ട് എന്നാണ് പാസ്കൽസ് ലോ പറയുന്നത്. അതുപോലെ തന്നെ എവിടെ ആ പ്രഷർ അനുഭവപ്പെടുന്നുണ്ട്, വാൾസ് ഓഫ് ദി കണ്ടെയ്നർ. എന്തിലാണ് നമ്മൾ സൂക്ഷിച്ചിട്ടുള്ളത് അതിൻ്റെ വാൾസിലും ഇതിൻ്റെ പ്രഷർ അനുഭവപ്പെടുന്നുണ്ടെന്നാണ് പാസ്കൽസ് ലോ പറയുന്നത്. ദിസ് ലോ ഇസ് ആൾസോ നോൺ ആസ് ലോ ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ലിക്വിഡ് പ്രഷർ. ഈ ലോ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്, ലോ ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ലിക്വിഡ് പ്രഷർ എന്ന പേരിലും ഈ ലോ അറിയപ്പെടുന്നുണ്ട്. നമുക്ക് പാസ്കൽസ് ലോൻ്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഹൈഡ്രോളിക് പ്രസ്, ഹൈഡ്രോളിക് ബ്രേക്സ്, കാർ ലിഫ്റ്റ്സ്. ഹൈഡ്രോളിക് പ്രസ് എന്ന് പറഞ്ഞാൽ എന്താണ്, വാട്ടർ യൂസ് ചെയ്തിട്ട് നല്ല
വെയിറ്റുള്ള ഹൈഡ്രോളിക് പ്രസ് എന്ന് പറഞ്ഞാൽ എത്ര വെയിറ്റുള്ള സംഭവമാണെങ്കിലും നമ്മൾ ഒരു പ്രഷർ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, നമ്മൾ അതിനെ പൊട്ടിക്കും. അതിന് യൂസ് ചെയ്യുന്നതാണ് ഹൈഡ്രോളിക് പ്രസ്. നിങ്ങൾ ഇപ്പോൾ യൂട്യൂബ്സിലൊക്കെ വീഡിയോസ് നമ്മൾ ധാരാളം കാണുന്നുണ്ടാവും. ഈ ഹൈഡ്രോളിക് പ്രസ്സസ് യൂസ് ചെയ്തിട്ട് ഓരോ വസ്തുക്കളും നമ്മൾ എത്രത്തോളം പ്രഷർ അപ്ലൈ ചെയ്തിട്ടാണ്, എത്രത്തോളം വെയിറ്റ് അതിൽ കൊടുത്തിട്ടാണ് അത് ബ്രേക്ക് ആവുന്നത് എന്നെല്ലാം നമ്മൾ കാണാറുണ്ട്. പിന്നെ ഹൈഡ്രോളിക് ബ്രേക്സ്, പിന്നെ കാർ ലിഫ്റ്റ്സ് ഹൈഡ്രോളിക് ലിഫ്റ്റ് അത് വർക്ക്ഷോപ്പിലൊക്കെയാണ് നമ്മൾ കാണുന്നത്. കാറുകളുടെ എല്ലാം വർക്ക്ഷോപ്പിൽ എന്ത് ചെയ്യുന്നുണ്ട്, ചെറിയൊരു പ്രഷർ നമ്മൾ കൊടുത്തിട്ട് തന്നെ അത്രയും വെയിറ്റുള്ള ഒരു കാറിനെ നമ്മൾ പൊക്കും. അതെന്താണ് പാസ്കൽസ് ലോൻ്റെ ആപ്ലിക്കേഷൻ ആയിട്ടുള്ള കാർ ലിഫ്റ്റാണ്, അല്ലെങ്കിൽ ഹൈഡ്രോളിക് ലിഫ്റ്റാണ് അതിന് യൂസ് ചെയ്യുന്നത്. അത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, ഒരു സൈഡിൽ വോളിയം കുറവായിട്ടുള്ള ഒരു ട്യൂബും മറ്റേ സൈഡിൽ നല്ല വോളിയത്തിലുള്ള ഒരു ട്യൂബും വെക്കുന്നു. അതിൽ നമ്മൾ എന്ത് ചെയ്യും, വാട്ടർ നിറക്കും. എന്നിട്ട് നമ്മൾ വോളിയം കുറവുള്ള ഭാഗത്ത് പ്രഷർ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, വോളിയം കൂടുതലുള്ള ഭാഗത്തേക്ക് പ്രഷർ പോകുന്നത് കൊണ്ട് തന്നെ അവിടെ വാട്ടർ പൊന്തും. അപ്പോൾ നമുക്ക് കാറും പൊന്തിക്കാൻ കഴിയും. അതൊക്കെയാണ് പാസ്കൽസ് ലോൻ്റെ ആപ്ലിക്കേഷൻസ് വരുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സർഫേസ് ടെൻഷൻ. സർഫേസ് ടെൻഷൻ എന്താണ്, ലിക്വിഡുകളുടെ സർഫേസ് പുറം ഭാഗത്ത് വരുന്ന ഒരു ഇതാണ് ഒരു ഫോഴ്സ്. എങ്ങനെ വെച്ചാൽ അതിൻ്റെ ലിക്വിഡ് സർഫേസിൻ്റെ ഏരിയ കുറക്കാൻ വേണ്ടിയിട്ട് ലിക്വിഡ് കൊടുക്കുന്ന ഒരു ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, സർഫേസ് ടെൻഷൻ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. സർഫേസ് ടെൻഷൻ ഈസ് എ പ്രോപ്പർലി ഓഫ് ദ ലിക്വിഡ് സർഫേസ് ഡ്യൂ ടു വിച്ച് ഇറ്റ് ഹാസ് ദ ടെൻഡൻസി ടു ഡിക്രീസ് ഇറ്റ് സർഫേസ് ഏരിയ. സർഫേസ് ടെൻഷൻ എന്തുകൊണ്ടാണ് ലിക്വിഡ് സർഫേസിനെല്ലാം ഉണ്ടാകുന്നത് എന്ന് വെച്ചാൽ, ലിക്വിഡ് സർഫേസ് എല്ലാം എന്തിനുള്ള ടെൻഡൻസി കാണിക്കുന്നുണ്ട്, അതിൻ്റെ ഏരിയ കുറക്കാൻ വേണ്ടിയിട്ട് ആണ് എല്ലാ ലിക്വിഡിനും എന്താണ് ആഗ്രഹം, അവയുടെ സർഫേസ് ഏരിയ കുറക്കാനാണ് എല്ലാ ലിക്വിഡിനും ആഗ്രഹം. അതുകൊണ്ടാണ് അവർ സർഫേസ് ടെൻഷൻ യൂസ് ചെയ്യുന്നത്. സർഫേസ് ടെൻഷൻ എന്താ, ഒരു ലിക്വിഡിന് കൊടുക്കാൻ പറ്റുന്ന ഫോഴ്സ്, ഒരു യൂണിറ്റ് ലെങ്ത്തിൽ കൊടുക്കുന്ന ഫോഴ്സാണ്. ലിക്വിഡ് സർഫേസിൻ്റെ പ്ലെയിനിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു യൂണിറ്റ് ലെങ്ത്തിൽ കൊടുക്കുന്ന ഫോഴ്സിനെയാണ് നമ്മൾ സർഫേസ് ടെൻഷൻ എന്ന് പറയുന്നത്. നമുക്ക് സർഫേസ് ടെൻഷൻ എന്താ നോക്കാം. സർഫേസ് ടെൻഷൻ ഈസ് എ പ്രോപ്പർലി ഓഫ് ദി ലിക്വിഡ് സർഫേസ് ഡ്യൂ ടു വിച്ച് ഇറ്റ് ഹാസ് ദി ടെൻഡൻസി ടു ഡിക്രീസ് ഇറ്റ്സ് സർഫേസ് ഏരിയ. സർഫേസ് ഏരിയ കുറക്കാൻ വേണ്ടിയിട്ട് ലിക്വിഡ് സർഫേസ് എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ സർഫേസ് ഏരിയ കുറക്കാനുള്ള ടെൻഡൻസി കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ലിക്വിഡിനെല്ലാം സർഫേസ് ടെൻഷൻ ഉള്ളത്. സർഫേസ് ടെൻഷൻ ഓഫ് എ ലിക്വിഡ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദി ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ഇൻ ദി പ്ലെയിൻ ഓഫ് ലിക്വിഡ് സർഫേസ്. ഇതാണ് സർഫേസ് ടെൻഷൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ. എന്താണ്, സർഫേസ് ടെൻഷൻ ഓഫ് എ ലിക്വിഡ് ക്യാൻ ബി ഡിഫൈൻ, എങ്ങനെയാണ് അത് ഡിഫൈൻ ചെയ്യുന്നത്, ആസ് ദി ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ഇൻ ദി പ്ലെയിൻ ഓഫ് ലിക്വിഡ് സർഫേസ്. നമുക്ക് സർഫേസ് എനർജി നോക്കാം. സർഫേസ് എനർജി എന്താണ്, സർഫേസ് ടെൻഷൻ ഈക്വൽ ടു സർഫേസ് എനർജി പെർ യൂണിറ്റ് ഏരിയ. ഒരു യൂണിറ്റ് ഏരിയയിലുള്ള സർഫേസ് എനർജിക്ക് എന്ത് ഈക്വലാണ്, സർഫേസ് ടെൻഷന് ഈക്വൽ ആണെന്നാണ് പറയുന്നത്. നമുക്ക് സർഫേസ് ടെൻഷൻ്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മോസ്കിറ്റോസ് സിറ്റിംഗ് ഓൺ വാട്ടർ, എന്താ പറയുന്നത്, നമ്മൾ കണ്ടിട്ടുണ്ടാവും. കൊതുകുകൾ അല്ലെങ്കിൽ വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്ന ഒരു ജീവി ഉണ്ടല്ലോ,
അവയെല്ലാം എന്താണ് വെള്ളത്തിൻ്റെ മേലെയാണ് സഞ്ചരിക്കുന്നത്, വെള്ളത്തിൻ്റെ മേലെ നിൽക്കുന്നുണ്ട്. അവ എന്താ താന്നു പോവാത്തത്? സർഫേസ് ടെൻഷൻ ഉള്ളത് കൊണ്ടാണ് അവ വെള്ളത്തിലേക്ക് താന്നു പോകാതെ വെള്ളത്തിൻ്റെ സർഫേസിൽ തന്നെ നിൽക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ വരുന്നത്. എക്സസ് പ്രഷർ ഓൺ കോൺകേവ് സൈഡ് ഓഫ് എ സ്ഫെറിക്കൽ സർഫേസ്. സ്ഫെറിക്കൽ സർഫേസിൽ എന്ത് ചെയ്യുന്നുണ്ട്? എക്സസ് പ്രഷർ ഉണ്ട്. കോൺകേവ് സൈഡിൽ ഒരു എക്സസ് പ്രഷർ കൊടുത്തിട്ടുണ്ടാവും. അത് എന്തിനാണ്? അത് സ്ഫിറിക്കൽ ഷേപ്പ് ആകുമ്പോൾ അതിൻ്റെ ഏരിയ കുറയും. അതുകൊണ്ടാണ് വാട്ടർ നമ്മൾ ഒഴിക്കുമ്പോഴെല്ലാം ഡ്രോപ്സ് ആയിട്ട് വരുന്നത്. അതിൻ്റെ ഏരിയ കുറക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് സ്ഫെറിക്കൽ ഡ്രോപ്പ് ഞാൻ പറഞ്ഞു. പിന്നെ എയർ ബബിൾ ഇൻ വാട്ടറിലുള്ള എയർ ബബിള്. പിന്നെ സോപ്പ് ബബിൾ ഫ്ലോട്ടിംഗ് ഇൻ എയർ. ഡീജനറേറ്റ്സ് ആൻഡ് സർഫേസ് ടെൻഷൻ വാക്സ് ഡക്ക് ഫ്ലോട്ടിംഗ് ഓൺ വാട്ടർ. ഇത്രയാണ് നമുക്ക് സർഫേസ് ടെൻഷൻ്റെ ആപ്ലിക്കേഷൻസ് വരുന്നത്. 1, 2, 3 ആപ്ലിക്കേഷൻസ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് എഴുതാം. നമുക്ക് ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് എന്ന പുതിയ ടോപ്പിക്കാണ് പഠിക്കാനുള്ളത്. എന്താണ് ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ്? It is the angle that the tangential plane to the liquid surface make with the tangential plane to the wall of the container. കണ്ടെയ്നറിൻ്റെ വാളും ലിക്വിഡിൻ്റെ സർഫേസും തമ്മിൽ വരക്കുന്ന ടാൻജൻഷ്യലിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് എന്ന് പറയുന്നത്. To the point of contact as measured from within the liquid is known as angle of contact. Point of contact എന്താണ്? ലിക്വിഡിലുള്ള പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൻ്റെ മെഷർമെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക? ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ ഒന്ന് കൊടുത്തിട്ടുണ്ട്. മെർക്കുറിയുടെയും വാട്ടറിൻ്റെയും ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വാട്ടറിന് വരുന്നത് അക്യൂട്ട് ആംഗിളാണ്. ഉള്ളിലേക്ക് ഇതായിട്ടാണ് വാട്ടറിൻ്റെ സർഫേസ് കിടക്കുന്നത്. സൈഡിലെല്ലാം വാട്ടറിൽ ടെൻഷൻ എങ്ങനെയാണ്? സൈഡിലുള്ളതിനേക്കാൾ സെൻട്രലാണ് അതിൻ്റെ സർഫേസ് ടെൻഷൻ കൂടുതൽ. അതുകൊണ്ട് തന്നെ സർഫേസ് ഉള്ളിലേക്ക് ചെറുതായിട്ടൊന്ന് താന്നിട്ടായിരിക്കും നിൽക്കുന്നത്. നമ്മൾ ഒരു ടെസ്റ്റ് ട്യൂബിലൊക്കെ നമ്മൾ വെള്ളം എടുത്തിട്ട് നോക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവും. അതെന്തായിരിക്കും? ഔട്ടർ സൈഡ് വാളിൽ പറ്റി പിടിച്ചിരിക്കുന്ന പാർട്ട് ഒന്ന് പൊന്തിയിട്ടും ഇന്നർ സൈഡ് ഉള്ളിൽ വരുന്ന പാർട്ട് ഒന്ന് താന്നിട്ടും ആയിരിക്കും നിൽക്കുന്നത്. അങ്ങനെ വരുന്ന സർഫേസിന് നമ്മൾ എങ്ങനെയാണ് ആംഗിൾ വരക്കുന്നത്? ഇവിടെ കണ്ടോ? വാളും ഈ വാട്ടറിൻ്റെ സർഫേസും തമ്മിലൊരു ആംഗിൾ ടാൻജൻഷ്യൽ വരച്ചിട്ട് മാർക്ക് ചെയ്യുന്ന ആംഗിളാണ് അതിൻ്റെ ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് എന്ന് പറഞ്ഞാൽ. എന്നാൽ മെർക്കുറി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വരുന്നത്? അത് മുകൾ ഭാഗം പൊന്തിയിട്ടാണ് നിൽക്കുന്നത്. സെൻറ്റർ പൊന്തിയിട്ടും വാളിൽ എല്ലാം ചേർന്നിട്ടുമാണ് മെർക്കുറി വരുന്നത്. സോ അതിൻ്റെ ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് കൂടുതലാണ്. അതിന് ഒബ്വിയസ് ആംഗിൾ എന്നാണ് പറയുന്നത്. വാട്ടറിൻ്റെ അക്യൂട്ട് ആംഗിളാണെന്ന് പറയുന്നത്. ഞാൻ ഫിഗർ കൊടുത്താണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. എന്താണ് ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ്? ഇറ്റ് ഈസ് ദി ആംഗിൾ ദാറ്റ് ദി ടാൻജൻറ്റ് പ്ലെയിൻ ടു ദി ലിക്വിഡ് സർഫേസ് മേക്ക് വിത്ത് ദി ടാൻജൻഷ്യൽ പ്ലെയിൻ ടു ദി വാൾ ഓഫ് ദി കണ്ടെയ്നർ to the point of contact as measured from within the liquid is known as angle of contact. നമുക്ക് നെക്സ്റ്റ് നോക്കാം ക്യാപ്പിലറി ആക്ഷൻ. എന്താണ് ക്യാപ്പിലറി ആക്ഷൻ? ക്യാപ്പിലറി ആക്ഷൻ നമ്മൾ ശ്രദ്ധിക്കാതെ പോയിട്ടുള്ള എന്നാൽ നമുക്ക് സുപരിചിതമായിട്ടുള്ളൊരു സംഭവത്തെയാണ് നമ്മൾ ക്യാപ്പിലറി ആക്ഷൻ എന്ന് പറയുന്നത്. ഈസി ആയിട്ട് ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മളിപ്പോൾ ഒരു ജ്യൂസ് കുടിക്കണം. അപ്പോൾ അതിൽ സ്ട്രോ ഇടുമ്പോൾ എന്തായിരിക്കും? ജ്യൂസിൻ്റെ ലെവലും സ്ട്രോയിലുള്ള ആ ജ്യൂസിൻ്റെ ലിക്വിഡിൻ്റെ അളവും വ്യത്യാസം ഉണ്ടാവും. ആ ഗ്ലാസ്സിലുള്ള ജ്യൂസിൻ്റെ അളവിനേക്കാൾ കുറച്ച് മുകളിലേക്ക് പൊന്തിയിട്ടായിരിക്കും സ്ട്രോയിലുള്ള ലിക്വിഡ് ഉണ്ടാവുന്നത്.
അങ്ങനെ വരുന്ന ഫിനോമിനയാണ് നമ്മൾ എന്ത് പറയുന്നത്? കാപ്പിലറി റൈസ് അല്ലെങ്കിൽ കാപ്പിലറി ആക്ഷൻ എന്ന് പറയുന്നത്. The phenomenon of rise or depression of liquids in capillary tubes is known as capillary action or capillary rise of a liquid in a capillary tube. Capillary റൈസിന് നമുക്ക് എക്സാമ്പിൾ പറയാം. എന്ത്? ഇപ്പോൾ നമ്മുടെ വൃക്ഷങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? മണ്ണിൽ നിന്നും ഉള്ള ജലാംശത്തെ അല്ലെങ്കിൽ വെള്ളത്തെ എന്ത് ചെയ്യുന്നുണ്ട്? അതിൻ്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള അതിൻ്റെ ഇലകളിലേക്കെല്ലാം എത്തിക്കുന്നുണ്ട്, ഫോട്ടോസിന്തസിസ്. അതുപോലെയാണ് എന്ത് വരുന്നത്? കാപ്പിലറി ആക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിക്വിഡിൻ്റെ സർഫേസിനേക്കാൾ കുറച്ചും കൂടി ഒരു കാപ്പിലറി ട്യൂബ് എന്ന് പറഞ്ഞാൽ ചെറിയ മൈന്യൂട്ട് ഹോളുള്ള ട്യൂബിനെയാണ് നമ്മൾ കാപ്പിലറി ട്യൂബ് എന്ന് പറയുന്നത്. അതിലെന്തായിരിക്കും? ലിക്വിഡ് സർഫേസ് ഒന്നും കൂടി മുകളിൽ പൊന്തിയായിരിക്കും നിൽക്കുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കാപ്പിലറി ആക്ഷൻ ഓർ കാപ്പിലറി റൈസ് എന്ന് പറയുന്നത്. നമുക്ക് വിസ്കോസിറ്റി നോക്കാം. വിസ്കോസിറ്റി എന്താ? ദ പ്രോപ്പർട്ടി ഓഫ് എ ഫ്ലൂയിഡ് ബൈ വിർച്യൂ ഓഫ് വിച്ച് ഈസ് ഓപ്പോസസ് ദി റിലേറ്റീവ് മോഷൻ ഇൻ ഇറ്റ്സ് അഡ്ജസൻറ്റ് ലെയേഴ്സ് ഈസ് നോൺ ആസ് എ വിസ്കോസിറ്റി. അതിൻ്റെ അടുത്തടുത്തുള്ള ലെയേഴ്സിൻ്റെ റിലേറ്റീവ് മോഷനെയാണ് ഓപ്പോസ് ചെയ്യുന്ന ഫ്ലൂയിഡിൻ്റെ പ്രോപ്പർട്ടിയാണ് നമ്മൾ എന്ത് പറയുന്നത്? വിസ്കോസിറ്റി എന്ന് പറയുന്നത്. എന്താണ് വിസ്കോസിറ്റി? ദ പ്രോപ്പർട്ടി ഓഫ് എ ഫ്ലൂയിഡ് ബൈ വിർച്യൂ ഓഫ് വിച്ച് ഈസ് ഓപ്പോസസ് ദി റിലേറ്റീവ് മോഷൻ ഇൻ ഇറ്റ്സ് അഡ്ജസൻറ്റ് ലെയേഴ്സ് ഈസ് നോൺ ആസ് വിസ്കോസിറ്റി. ഡയമെൻഷൻ ഓഫ് കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി എന്താണ്? ml/1 t⁻⁻1. വിസ്കോസിറ്റിയുടെ ഡയമെൻഷൻ വരുന്നത് ml/1 t⁻⁻1 ആണ്. നമുക്ക് ലിക്വിഡ് ഫ്ലോൻ്റെ ടൈപ്സ് ആണ്. 2 ടൈപ്പ് ഓഫ് ലിക്വിഡ് ഫ്ലോ ആണുള്ളത്. സ്ട്രീം ലൈൻ ഫ്ലോയും ടർബുലൻറ്റ് ഫ്ലോയും. സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരേ പോയിന്റിൽ തന്നെ ഇങ്ങനെ മൂവ് ചെയ്തിരിക്കുന്നത്. സ്ട്രീം ലൈൻ ഫ്ലോക്ക് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ ഒരു തടാകത്തിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ നേരെ ഒരുപോലെ ഒഴുകി ഇങ്ങനെ പോകുന്നതിനെയാണ് നമ്മൾ എന്താ പറയുക? സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് പറയാം. എന്നാൽ ടർബുലൻറ്റ് ഫ്ലോ എപ്പോഴാണ് ഉണ്ടാകുന്നത്? ഇപ്പോൾ നമ്മൾ കടലിൽ നോക്കുകയാണെങ്കിൽ തിരമാലകൾ ഇങ്ങനെ അടിച്ചടിച്ച് വരാവും. ഒരു ടർബുലൻ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു വേവ് ആയിട്ടൊക്കെ അങ്ങനെയൊക്കെ ഒരു നേരെ അല്ലാതെ ഇങ്ങനെ വെള്ളം വരുന്നതിനെയാണ് നമ്മൾ ടർബുലൻറ്റ് ഫ്ലോ. അങ്ങനെ ഫ്ലോ ചെയ്യുന്ന വാട്ടറിനെയാണ് ടർബുലൻറ്റ് പറയുക. സ്ട്രീം ലൈൻ എന്ന് പറഞ്ഞാൽ നല്ല എല്ലാ സൈഡിലും ഒരേ പോയിന്റിൽ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന വാട്ടറിനെയാണ് നമ്മൾ സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് പറയുന്നത്. ഈ 2 ഫ്ലോക്കാണ് നമുക്ക് ലിക്വിഡ് ഫ്ലോയിൽ വരുന്നത്. സ്ട്രീം ലൈൻ ഫ്ലോയും ടർബുലൻറ്റ് ഫ്ലോയാണ് വരുന്നത്. നമുക്ക് ഒരു ലോ നോക്കാം. സ്റ്റോക്സ് ലോ. ദ വിസ്കസ് ഫോഴ്സ് ഡിപ്പെൻഡ്സ് ഓൺ Z, കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി ഓഫ് ദി മീഡിയം, Z, റേഡിയസ് ഓഫ് ദി സ്ഫെറിക്കൽ ബോഡി R, Z, വെലോസിറ്റി ഓഫ് ദി ബോഡി V, ടെർമിനൽ വെലോസിറ്റി. ഇത്രയും കാര്യങ്ങളെയാണ് സ്റ്റോക്സ് ലോ എന്ത് പറയുന്നത്? വിസ്കസ് ഫോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി, പിന്നെ റേഡിയസ് ഓഫ് ദി സ്ഫെറിക്കൽ ബോഡി, വെലോസിറ്റി ഓഫ് ദി ബോഡി, ടെർമിനൽ വെലോസിറ്റി. ഇത്രയും കാര്യങ്ങളെയാണ് എന്ത് സ്റ്റോക്സ് ലോ വെച്ച് വിസ്കസ് ഫോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് സ്റ്റോക്ക് പറഞ്ഞാൽ ഇതാണ് സ്റ്റോക്സ് ലോ. നമുക്ക് സ്റ്റോക്സ് ലോൻ്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പാരച്യൂട്ട് എന്താണ്? സ്റ്റോക്സ് ലോൻ്റെ ആപ്ലിക്കേഷനാണ്. പിന്നെ വിസ്കോസിറ്റി ഓഫ് റെയിൻ ഡ്രോപ്സിൻ്റെ വിസ്കോസിറ്റിയും എന്തിൽ വരുന്നതാണ്? സ്റ്റോക്സ് ലോൻ്റെ ആപ്ലിക്കേഷനിൽ വരുന്ന കാര്യങ്ങളാണ്. നമുക്ക് ലാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കിലേക്ക് പോകാം. ബെർണൗളീസ് പ്രിൻസിപ്പിൾ. ബെർണൗളീസ് പ്രിൻസിപ്പിൾ ആണ് നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക്. വേർ ദി വിസ്കോസിറ്റി ഓഫ് ഫ്ലൂയിഡ് ഈസ് ഹൈ. ബെർണൗളീസ് പ്രിൻസിപ്പിളിൽ എന്തായിരിക്കും? ഫ്ലൂയിഡിൻ്റെ വിസ്കോസിറ്റി വളരെ കൂടുതലായിരിക്കും.
ദ പ്രഷർ ഈസ് ലോ, പ്രഷർ കുറവും വിസ്കോസിറ്റി കൂടുതലായിരിക്കും. ആൻഡ് വെലോസിറ്റി ഓഫ് ഫ്ലൂയിഡ് ഈസ് ലോ, പ്രഷർ ഈസ് ഹൈ. ബെർണോളിസ് പ്രിൻസിപ്പിൾ എന്താ പറയുന്നത് എന്ന് വെച്ചാൽ വിസ്കോസിറ്റി ഓഫ് ഫ്ലൂയിഡിൻ്റെ വിസ്കോസിറ്റി കൂടുതലാണെന്നുണ്ടെങ്കിൽ പ്രഷർ എന്തായിരിക്കും, കുറവായിരിക്കും എന്നാണ് പറയുന്നത്. എന്നാൽ വെലോസിറ്റി ഓഫ് ഫ്ലൂയിഡ് കുറവാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, പ്രഷർ കൂടുതലായിരിക്കും എന്നാണ് ബെർണൗളി പ്രിൻസിപ്പിൾ നമ്മളോട് പറയുന്നത്. ഇനി നമുക്ക് ബെർണൗളി പ്രിൻസിപ്പിളിൻ്റെ ആപ്ലിക്കേഷൻസ് നോക്കാം. ഫ്ലോ മീറ്റർ ഓർ വെഞ്ചുറി മീറ്റർ. വെഞ്ചുറി മീറ്റർ എന്താണ്? ബെർണൗളി തിയറത്തിൻ്റെ അല്ലെങ്കിൽ ബെർണൗളി പ്രിൻസിപ്പിളിൻ്റെ ആപ്ലിക്കേഷനായി വരുന്ന ഒരു ഉപകരണമാണ്. പിന്നെ ആറ്റോമൈസർ, സ്പ്രേ ഗൺ, ബൺസൺസ് ബർണർ, കാർബറേറ്റർ, ഇതെല്ലാം എന്താണ്, ബെർണൗളി തിയറത്തിൻ്റെ ആപ്ലിക്കേഷനിൽ വരുന്ന കാര്യങ്ങളാണ്. സോ ഇത്രയും 5 കാര്യങ്ങളാണ് ബെർണൗളി തിയറത്തിൻ്റെ ബേസിക്സിൽ പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾ. ബെർണൗളി പ്രിൻസിപ്പിൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. എന്താണ്? ഒരു ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റി കൂടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രഷർ കുറവായിരിക്കും. എന്നാൽ വെലോസിറ്റി കുറവാണെങ്കിൽ എന്തായിരിക്കും, പ്രഷർ കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത്. ബെർണൗളിൻ്റെ ഇക്വേഷനൊന്നും നമുക്ക് പഠിക്കാനില്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കൊന്നുമല്ല, അതുകൊണ്ടാണ് ഞാൻ ഡിസ്കസ് ചെയ്യാതിരുന്നത്. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? സ്റ്റോക്സ് ലോ പഠിച്ചു, അതിൻ്റെ ആപ്ലിക്കേഷൻസ് പഠിച്ചു. പിന്നെ നമ്മൾ 2 ടൈപ്സ് ഓഫ് ലിക്വിഡ് ഫ്ലോ പറഞ്ഞു, സ്ട്രീം ലൈൻ ഫ്ലോയും ടർബുലൻ്റ് ഫ്ലോയും. അതിൻ്റെ രണ്ടിൻ്റെയും എക്സാംസ് നിങ്ങൾക്ക് എന്താണ് അതൊന്നും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എക്സാമിന് അത് ചോദിക്കുമെന്ന് തോന്നുന്നില്ല. നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്യുമ്പോൾ ഒന്നും കൂടെ നോക്കാം ചോദിക്കുന്നുണ്ടോ എന്നെല്ലാം. പിന്നെ വിസ്കോസിറ്റി, കാപ്പിലറി ആക്ഷൻ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. കാപ്പിലറി റൈസ് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു സ്ട്രോ വെള്ളത്തിലിടുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് മനസ്സിലാകും. നമ്മൾ വീട്ടിൽ സ്ട്രോ ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി, അപ്പോൾ നമുക്ക് കാപ്പിലറി റൈസ് എന്താണെന്ന് മനസ്സിലാകും. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു? ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ്. 2 ടൈപ്പ് ഓഫ് ആംഗിൾ ഉണ്ട്, ഒക്യൂസ് ആംഗിളും അക്യൂട്ട് ആംഗിളും ഒബ്റ്റ്യൂസ് ആംഗിളും ആണുള്ളത്. അതും നമ്മൾ പഠിച്ചു. പിന്നെ എന്താ പഠിച്ചത്? സർഫേസ് ടെൻഷൻ എന്താ പഠിച്ചു, അതിൻ്റെ ആപ്ലിക്കേഷൻസ് പഠിച്ചു. സർഫേസ് ടെൻഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. സർഫേസ് എനർജിയും നമ്മൾ പഠിച്ചു. സർഫേസ് എനർജി എന്താണ്? യൂണിറ്റ് ഏരിയയിലുള്ള സർഫേസ് എനർജി എന്താണ്? സർഫേസ് ടെൻഷൻ ഈക്വൽ ആണെന്ന് പഠിച്ചു. പിന്നെ സർഫേസ് ടെൻഷൻ എന്തായിരുന്നു? ടെൻഷൻ ഓഫ് എ ലിക്വിഡ് ക്യാൻ ബി ഡിഫൈൻഡ് എന്താണ്? ആസ് ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ഇൻ ദി പ്ലെയിൻ ഓഫ് ലിക്വിഡ് സർഫേസ്, അതും പഠിച്ചു. പിന്നെ ആപ്ലിക്കേഷൻ ഓഫ് പാസ്കൽസ് ലോ എന്തായിരുന്നു? നമ്മൾ ഏതൊരു എൻക്ലോസ്ഡ് ആയിട്ടുള്ള ഏതൊരു ലിക്വിഡിനും പ്രഷർ കൊടുത്താൽ അത് എന്ത് ചെയ്യും? ആ ലിക്വിഡിൻ്റെ എല്ലാ പാർട്ടിലും പിന്നെ കണ്ടെയ്നറിൻ്റെ വാളിലും ആ പ്രഷർ ഒരുപോലെ തന്നെ അനുഭവപ്പെടും എന്നാണ് പാസ്കൽസ് ലോ പറഞ്ഞത്. അതിൻ്റെ ആപ്ലിക്കേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈഡ്രോളിക് പ്രസ്, ഹൈഡ്രോളിക് ലിഫ്റ്റ്, ഹൈഡ്രോളിക് ബ്രേക്ക്, അതൊക്കെ അതിൻ്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ്. പിന്നെ നമ്മൾ ആർക്കിമിഡിസ് പ്രിൻസിപ്പിൾ പറഞ്ഞു, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. പിന്നെ ബോയൻസി എന്താണ് പറഞ്ഞു, അറ്റ്മോസ്ഫിയറിക് പ്രഷർ പറഞ്ഞു. പ്രഷർ എന്താ പറഞ്ഞു? പ്രഷറിൻ്റെ യൂണിറ്റ് എന്താ? പാസ്കലാണ്. ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ എന്താണ്? ഒരു റെസ്റ്റിലുള്ള ഫ്ലൂയിഡിനെ മേൽ അനുഭവപ്പെടുന്ന ബലത്തെയാണ് മർദ്ദത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ എന്ന് പറയുന്നത്. സോ ഇത്രയേ ഉള്ളൂ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന ചാപ്റ്റർ. നമ്മുടെ സെക്കൻഡ് മൊഡ്യൂൾ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ടോട്ടൽ എന്ത് ചെയ്തു? 2 മൊഡ്യൂൾ പഠിച്ചു. ഫസ്റ്റ് മൊഡ്യൂളും സെക്കൻഡ് മൊഡ്യൂളും ഡിസ്കസ് ചെയ്തു. അപ്പോൾ ടോട്ടൽ എത്ര മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പഠിച്ചത്? 20 മാർക്സിൻ്റെ ചാപ്റ്റേഴ്സ് പഠിച്ചു. ഫസ്റ്റ് മൊഡ്യൂളിലുള്ള 2 ചാപ്റ്റേഴ്സ് 40 മാർക്സിനാണ് വരുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് 6 മാർക്സിനും ക്വസ്റ്റ്യൻ വരും. അപ്പോൾ നമ്മൾ
ഔട്ട് ഓഫ് 80-ൽ 20 മാർക്സിനുള്ള ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞു. ഈസി ആയിട്ടുള്ള 2 ചാപ്റ്റേഴ്സ് പഠിച്ചു. സോ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.